അക്കുവാവയും വീട്ടിലുള്ളവരെല്ലാവരും വിളിച്ച് കാശി അന്ന് ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും അത് കണ്ടപ്പോൾ സന്തോഷമായി. മാളുവിനപ്പോൾ ഓർമ്മ വന്ന് കാശി അന്ന് അവന്റെ ബുള്ളറ്റ് എടുത്തതിന് അക്കുവിനോട് ദേഷ്യപ്പെട്ടതാണ്. പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും തന്റെ സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറയാതെ നിറവേറ്റി കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അവരുടെ സ്വന്തം കാശിയേട്ടനെ അവൾക്ക് കാണാൻ പറ്റി. പിന്നെ അവന്റെ കാര്യത്തിൽ രസം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. കാശി അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഏൽപ്പിച്ച അക്കുവിനെയും അവൾ ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് അവന് ലൈസൻസ് എടുക്കാൻ പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ അവർ രണ്ടും വണ്ടിയിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് രണ്ടും അടിയിടുന്നതും കേൾക്കാം. അവർ മൂന്നുപേരും ഓഫീസിലേക്ക് പോകുമ്പോഴും അവർ രണ്ടുപേരും വഴക്ക് തീർന്നില്ലായിരുന്നു. കാശിയുടെ കയ്യിൽ നല്ലത് കേട്ടപ്പോൾ രണ്ടും അടങ്ങി. ഓഫീസിൽ കാശി വരുന്ന കണ്ടപ്പോഴേ സ്റ്റാഫ്സ് എല്ലാവരും സംസാരം നിർത്തി നല്ല വെള്ള ചമഞ്ഞ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കണ്ടപ്പോൾ മാളുവിനും സിദ്ധുവിനും ചിരിയാണ് വന്നു. എല്ലാം കാശിയെ കാണിക്കാനുള്ള പ്രശ്നമാണെന്ന് അവർക്കറിയാം. കാശിയാണെങ്കിൽ അതിലും വലുത് മുഖത്ത് ഏത് നേരം ഗൗരവം ഫിറ്റ് ചെയ്ത് വെച്ച് നടപ്പാണ് അവിടെ. എന്താ ജാട. ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോഴാണ് അവർക്ക് പഴയ കോളേജുകാരെ ഓർമ്മ വരുന്നത്. തിന്നും കുടിച്ചും ക്ലാസ് കട്ട് ചെയ്തും ആഘോഷിച്ചാണെന്ന ആളുകൾ, പാവം കുട്ടികൾ. ലഞ്ചിന്റെ ടൈമായപ്പോൾ മാളു സിദ്ധും വേഗം എണീറ്റ് ക്യാൻറ്റീനിലേക്ക് ഓടി. ഓഹ് ഡാ സിദ്ധു, വിശന്നിട്ട് വയ്യ, അവരുടെ വേഗം ഒന്ന് കഴിക്കാൻ വരാൻ പറ. എനിക്കും അത് തന്നെ, വിശന്ന് കുടലെറിഞ്ഞു. ഇങ്ങനെ പണിയെടുക്കാൻ എനിക്ക് മടിയാവുന്നുണ്ട് കേട്ടോ. ഒരു ഇന്റർവ്യൂ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഏത് നേരം എൻ്റെ വയറ്റിട്ട് എന്തെങ്കിലും ചെന്നുകൊണ്ടിരുന്ന ഇപ്പം ഞാനില്ല അവൻ തമ്മിൽ പിണക്കത്തില്ല. സിദ്ധു വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സത്യം, നമ്മുടെ കോളേജ് ക്യാൻറ്റീനിലെ അൻവേശിയുടെ പരിപ്പോടി നല്ല അസൽ കോഴി ബിരിയാണിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് അവർ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫുഡ് തരിപ്പിൽ പോയത്. മുന്നിലെ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് കയ്യെത്തിക്കുമ്പോഴേക്ക് ആരോധനയ്ക്ക് നീട്ടിയിരുന്നു. കൂടെ തലയിൽ പതിയെ കൊട്ടിത്തന്നു. വെള്ളം ഒറ്റവലിക്ക് കുടിച്ച് മുന്നിൽ ആളെ നോക്കിയപ്പോൾ കണ്ട കാശിയാണ്. ഞാൻ ഞെട്ടി കാശിയെ നോക്കി. എനിക്ക് നേരെ പുഞ്ചിരി വന്ന് കാശി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. സിദ്ധുവിനെ നോക്കിയപ്പോൾ അവന് സെയിം എക്സ്പ്രഷൻ. പതിയെ ചുറ്റൊന്ന് കണ്ണോടിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നോട്ടം ഞങ്ങളിലേക്കാണ്. ഞങ്ങൾ തമ്മിൽ വല്ല ലവ് സീൻസും വർക്കൗട്ടാകുന്നുണ്ടെന്ന് പതുങ്ങി നോക്കുക. ആരാൻ്റെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി. അതിപ്പോൾ എനിക്കായാലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഭക്ഷണം ഷെയർ ചെയ്ത് കഴിച്ചു. കാശി കഴിച്ചു കഴിയാനായപ്പോഴേക്കും ഞങ്ങൾ പകുതിക്ക് എത്തിയതേ ഉള്ളൂ. കാശിവിന് ഭയങ്കര ഫാസ്റ്റാണ്. മാളു, കാശി വിളിച്ചപ്പോൾ ഞാൻ കഴിപ്പുരുത്തി കാശിയെ നോക്കി. മാളു, ഞാനിന്ന് ഈവനിങ് ബാംഗ്ലൂർ പോവാം. ബാംഗ്ലൂർ നമ്മുടെ കമ്പനിയിൽ ചെറിയൊരു പ്രശ്നം, അതൊന്ന് സോൾവ് ആക്കണം. നാളെ അവിടെ എത്തണം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിക്കാം ഇപ്പം തന്നെ. താൻ കൂടെ വരുന്നുണ്ടെങ്കിൽ പോരും. ചിലപ്പോൾ നിന്റെ അമ്മ ചോദിക്കും. അതാ ഞാൻ ചാടിക്കറി യെസ് പറഞ്ഞു. ഇന്നൊന്നാമത് മടുത്തിരിക്കുക. ഞാൻ സിദ്ധുവിനെ നോക്കിയപ്പോൾ സെക്കൻഡ് മുഖം കടന്നിലൊത്തിയ പോലെ ഇരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് മുങ്ങുന്നതിൻ്റെ അസൂയ. പാവം കുട്ടി. ഞാൻ നോക്കുന്നിട്ടാണെന്ന് തോന്നുന്നു. കാശി അവനെ നോക്കി. അവൻ്റെ മുഖഭാവം കണ്ടിട്ട് കാശിക്കും കാര്യം പിടി കിട്ടി. നിങ്ങൾക്ക് രണ്ടിന് ഞാൻ കുറേ ലീവ് തന്നു. അതുകൊണ്ട് മോനിനി അത് പ്രതീക്ഷിക്കേണ്ട. ഇതിപ്പോൾ ഞാൻ പോകുന്നുണ്ടാ അവളെ കൂടെ വിളിച്ച്. നീ ജോലിയെല്ലാം കഴിഞ്ഞ് ഈവനിങ് പോയിക്കോട്ടോ. അപ്പോൾ ഞാൻ പോവാട്ടോ. ശരിയേ. കാശി അവനെ കളിയാക്കൊണ്ട് എഴുന്നേറ്റ് പോയി. സാറില്ല, പോട്ടെ, നിനക്ക് ഇതുപോലൊരു അവസരം വരും കേട്ടോ. നമുക്ക് അപ്പോൾ നോക്കാം. തെണ്ടി, നീയും നിൻ്റെ ഒരു അലവരാതി കിട്ടിയവനും. ഡാ, എന്നെ കെട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അവനോട് കൈ ചൂണ്ടി പറഞ്ഞു. നീ എന്ത് ചെയ്ത് തെണ്ടി? നിന്റെ കെട്ടിയൊരു തെണ്ടിയാണ്, ചെറ്റിയാണ്, നാറിയാണ്, പരമ ബോറനാ. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. കാശി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവനെ ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ കാശിയെ വിളിക്കാൻ പോയപ്പോഴേക്കും അവനെൻ്റെ വായ കുത്തി. പൊന്നു മോളെ, ചതിക്കില്ലേ? ഞാൻ അവനെ ഇളിച്ചു കാട്ടി. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അവനോട് അതും പറഞ്ഞ് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഫോണിൽ മെസ്സേജ് വന്ന് നോക്കിയപ്പോൾ കാശിയാണ്. വേഗം കഴിച്ചിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് വരാൻ. ഞാൻ പിന്നെ എല്ലാം വേഗം കുത്തിക്കയറ്റി പോകാനിറങ്ങി. കാശി ഞാൻ ഈ സമയത്ത് വീട്ടിലേക്ക് വന്നുണ്ട്. അമ്മയും മക്കളും സംശയത്തോടെ നോക്കുന്നുണ്ട്. അവയും അക്കവും വണ്ടിയോട്ടികൾ പരിശീലനത്തിൽ തന്നെ. ഇതിന് രണ്ടിനെ തിന്നേം കുടിക്കൊന്നും വേണ്ടാവോ. ഞാൻ ചെന്ന് രണ്ടിനെയും തലക്കിട്ട് ഓരോ കൊട്ടു വെച്ച് കൊടുത്തു. എന്താ മക്കളെ രണ്ടാളും ഈ നേരത്ത്? ഞങ്ങളെ കണ്ടതും കോലായിരിക്കുന്ന അമ്മയുടെ ചോദ്യമെത്തി. അമ്മേ, നമ്മുടെ ബാംഗ്ലൂരിലെ കമ്പനിയിൽ ചെറിയ പ്രശ്നം. അപ്പോൾ അവിടേക്കൊന്ന് പോകണം. സ്ത്രീക്ക് പോകാൻ പറ്റില്ല. അവർ ചേച്ചി നാളെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോവാം. കുറച്ച് ദിവസം ഇനി അവിടെ തന്നെ ആയിരിക്കും. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ അമ്മയുടെ സംശയം വീണ്ടും എത്തി. 2 ആഴ്ചയൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. എന്താ അമ്മേ? കാശി എന്ന് പറഞ്ഞപ്പോൾ അമ്മ ദേഷ്യത്തോടെ അങ്ങനെ നോക്കി. നീ ഒറ്റക്കാണ് പോകുന്നേ? പിന്നെ ആരെ കൂടെ കൂട്ടാനാ? ഞാൻ ഒറ്റക്ക. മോൻ പെണ്ണ് കിട്ടിയ കാര്യങ്ങൾ മറന്നോ? കാശി ഒന്നും മിണ്ടാതെ എന്നെയും അമ്മയും നോക്കി. നിന്റെ കൂടെ അവളും വരും. നീ ഉള്ളിടത്തല്ലേ അവൾ നിൽക്കണ്ടേ? പിന്നെ നിനക്ക് അവിടെ ചെന്ന ആരോഗ്യത്തിലൊരു ശ്രദ്ധയില്ല. തിന്നേ കുടിക്കൊന്നുമില്ല. ഇവൾ കൂടേണ്ടെങ്കിൽ നിന്റെ കാര്യമില്ലാന്ന് നോക്കിക്കോളും. അതുകൊണ്ട് രണ്ടുപേരും കൂടെ പോയാൽ മതി. അമ്മ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കറങ്ങുന്നത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ. കാശി ഓഫീസിൽ പോയി ഞാൻ പിന്നെ ബോറടിച്ചിരിക്കേണ്ടി വരും. കാശി എന്നെ നോക്കിക്കൊണ്ട് അമ്മയോട് സമ്മതം അറിയിച്ചു. മോളെ, നീ ഇവൻ്റെ കൂടെ പോവല്ലേ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മ ചോദിച്ചപ്പോൾ ഞാനില്ലാന്ന് തലയാട്ടി. കാശി അകത്തേക്ക് വന്നപ്പോൾ അവി അക്കും കൂടെ അങ്ങോട്ട് മുന്നിൽ കയറി തടസ്സം നിന്നു. ഏട്ടാ, നിങ്ങളെങ്ങനെ പോകുന്നേ? കാറിൽ. എന്തേ? എന്നാൽ നിങ്ങൾ കാറിൽ പോകണ്ട, ബുള്ളറ്റിൽ പോയാൽ മതി. ഏടത്തേക്ക് അതിൽ പോകാനാണ് ഇഷ്ടം. അക്കു പറഞ്ഞിട്ട് കാശി എന്നെ നോക്കി ആണെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ കളിച്ച് കാട്ടി. തിണ്ടി, ഞാൻ അവരോട് എപ്പോഴോ പറഞ്ഞു എനിക്ക് ബുള്ളറ്റ് യാത്ര ഭയങ്കര ഇഷ്ടമാണെന്ന്. അതിന് ഞാൻ ഈ ബുള്ളറ്റ് എടുക്കാറില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിനെന്തേട്ടാ, നിങ്ങൾ ശ്രീയേട്ടൻ്റെ ബുള്ളറ്റിൽ പോകും.
കാശി അത് പറഞ്ഞ് ഫോൺ എടുത്ത് ശ്രീയേട്ടനെ കോൾ ചെയ്യാൻ പോയി. ഞാൻ പിന്നെ റൂമിൽ ചെന്ന് അത്യാവശ്യം വേണ്ടുന്ന രണ്ടാളുടെയും ഡ്രസ്സും സാധനങ്ങളൊക്കെ ട്രാവലർ ബാഗിലാക്കി. കാശി പിന്നെ റൂമിലേക്ക് ഒന്ന് ബാഗ് എടുത്ത് നോക്കി. ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് എന്നെ നോക്കി താങ്ക്സ് പറഞ്ഞു. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നോ താങ്ക്സ് നോ സോറി, അത് തിരിച്ചും കണ്ടാൽ മതി. ഞാനത് പറഞ്ഞപ്പോൾ കാശി തിരികെ പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ച് വേഗം കുളിക്കാൻ കയറി. പിന്നെ എല്ലാം വേഗമായിരുന്നു. ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാശി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അവിക്കും അക്കുനും ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. എനിക്കും അവർ വിട്ട് കുറച്ച് ദിവസം നിൽക്കുന്നോർത്ത് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ അവർ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ യാത്രയാക്കി. ഞങ്ങൾ നേരെ പോയത് ശ്രീയേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടുത്തെ അമ്മയോട് വിശേഷമൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴേക്കും സമയം 7 മണിയായി. വണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്തായാലും രാത്രി ബൈക്കാത്തൊരു പ്രത്യേക സുഖമാണ്. അത് ഈ കാറിലൊന്നും പോയാൽ കിട്ടില്ല. അവിയും അക്കും കാരനാണ് ഇങ്ങനെ യാത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. ബ്ലോക്ക് ആയപ്പോൾ വണ്ടികൾക്കിടയിലൂടെ കാശി ബുള്ളറ്റ് വെട്ടിച്ച് പതിയെ പുറത്ത് കിടന്നു. അത് പിന്നെ ഈ 2 വീലറുകളുടെ ഒരു ഗുണം തന്നെയാണല്ലോ. പുറത്തുള്ള ഓരോ കാഴ്ചകളും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. വല്ലാത്തൊരു സന്തോഷം എന്നിൽ നിറയുന്ന പോലെ. ഇടയ്ക്കിടയ്ക്ക് കാശിയോട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. കാശി അതിന് ഉത്തരം നൽകി വാചാലനാവുന്നുണ്ട്. ഇയാൾക്ക് ഇത്രയൊക്കെ സംസാരിക്കാറിയൊന്നും ഞാൻ ചിന്തിക്കാതിരുന്നില്ല. കാറ്റടിച്ച് തണുപ്പ് കൂടിയപ്പോൾ ഞാൻ സ്കാർഫ് എടുത്ത് ദേഹം പുതച്ചു. ഇതിനിടയ്ക്ക് കാശിനോട് എന്തോ പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കാനേ അടുത്തേക്ക് നീങ്ങിയിരുന്നു. കാശി മിററിൽ കൂടെ എന്നെ ഞെട്ടി നോക്കുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരി വന്നെങ്കിലും ഞാൻ ചിരിക്കാതിരുന്നു. കാശിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നപ്പോൾ തണുപ്പിനൊന്ന് ശമനം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് പിന്നെ മാറിയില്ല. കാശി ഇടയ്ക്കിടയ്ക്ക് എന്നെ മിററിലൂടെ പ്രണയത്തോടെ നോക്കുന്ന ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ചുണ്ടിലൊരു കള്ളച്ചിരി ഒളിപ്പിച്ചിട്ടുണ്ടാവും. അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ ആൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പതിയെ നോട്ടം മാറ്റും. ഞാൻ ഫോൺ നോക്കിയപ്പോഴുണ്ട് അവിടെയും അക്കുവിൻ്റെയും നച്ചുവിൻ്റെ ഒക്കെ വക മെസ്സേജസ്. ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുത്തു. സമയം ഒരു 10 മണിക്ക് പിന്നിട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഉറക്കം കണ്ണിൽ പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങി എൻ്റെ കണ്ണ് മാളിപ്പോന്ന് കണ്ടിട്ടാണ് തോന്നുന്നു. കാശി വണ്ടി സൈഡാക്കി. ഉറക്കം വരുന്നുണ്ടോ? കാശി തിരിഞ്ഞതിനോട് ചോദിച്ചു. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ കണ്ടു. ഇപ്പം തന്നെ നിന്നെ റോട്ടിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടി വന്നേനെ. കാശി അത് പറഞ്ഞ് എൻ്റെ കൈ രണ്ടും പിടിച്ച് അങ്ങനെ വയറിൽ ചുറ്റി വെച്ച്. ഞാൻ നെറ്റി വിളിച്ച് നോക്കിയപ്പോൾ എന്നോട് ചാരി കിടന്നോളാൻ പറഞ്ഞു. എനിക്ക് ആദ്യം എന്തോ ജാളിത തോന്നിയിരുന്നു. പക്ഷേ കാശിനെ നോക്കുന്നതിന് തോന്നിയതും ഞാൻ കാശിയുടെ പുറത്തേക്ക് ചാരി കിടന്നു. ഞാൻ കിടന്നു കഴിഞ്ഞിട്ടാണ് കാശിവിനെ വണ്ടിയെടുത്ത്. ദൂരം പിന്നിടുമ്പോൾ ഞാൻ പതിയെ മയങ്ങി തുടങ്ങിയിരുന്നു. മാളു തന്നോട് ചേർന്നിരിക്കുന്നുണ്ട്. കാശിക്ക് മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് തോന്നിയത്. വർഷങ്ങളായി താൻ കൊതിച്ച നിമിഷം. തൻ്റെ പെണ്ണ് തന്നോട് ഇത്രയും ചേർന്ന് തന്നെ ചുറ്റി പിടിച്ചിരിക്കുന്നു. അവനിങ്ങനെ യാത്ര ഉണ്ടാക്കി തരാൻ അവസരം തന്ന ഈശ്വരന്മാരോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. മാളു ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ അവൻ പതിയെ അവളുടെ കൈയെടുത്ത് അതിൽ പ്രണയത്തോടെ ചുണ്ടമർത്തി. തൻ്റെ ആദ്യ ചുംബനം. അവളുടെ കയ്യിലൊരു കൈ കൊണ്ട് മുറുകെ പിടിച്ച് അവൻ വീണ്ടും യാത്ര തുടർന്നു. വെളുപ്പിനൊരു 4 മണിയോടടുത്താണ് ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയത്. ഞാനും ശ്രീയും താമസിക്കുന്ന ഫ്ലാറ്റാണിത്. മാളു ഇപ്പോഴും ഒന്നും അറിയാതെ ഉറക്കത്തിലാണ്. ഞാൻ അവളെ പതിയെ തട്ടി വിളിച്ചു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കി. നമ്മൾ എത്തിയോ കാശി? അവൾ ഉറക്കച്ചടവോടെ ചോദിച്ചു. ആ എത്തി, വാ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. അവൾ അവൻ്റെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് നടന്നു. കാശിക്കെന്തോ അവിടെ ആ പ്രവൃത്തിയിൽ ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ പ്രണയം തന്നിലേക്ക് ചേർന്ന് തുടങ്ങി.